അത്യാവശ്യം നല്ല മടിയനാണ്. മടി ഉള്ളവർക്ക് അത് ആസ്ഥാനമായിട്ട് എന്താ പറയാ, ആ ഒരു സംഭവം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഈ മടി നല്ലതാ. നമ്മളെ ചില അപകടങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ മടി രക്ഷിക്കും. മറ്റേ 5 സ്റ്റാറിന്റെ പരസ്യം പോലെയാണോ, നന്നായി മോനൊന്നും ചെയ്യാതെ. ഞാൻ നോക്കിയപ്പം മലയാള സിനിമയിലെ ആക്ടർ സൂപ്പർ സ്റ്റാർ ഒരു പീസ് ബ്രെഡും പോക്കറ്റ് വെച്ചിട്ട് റൂമിലോട്ട് കയറി പോകുന്നു. ഒരു പീസ് ബ്രെഡ് ആ ഫ്ലാറ്റിൽ ആകെ ഉള്ള ഒരു സാധനമായിരുന്നു രാത്രി കഴിക്കും. വിശന്നിട്ടായിരുന്നു. അയ്യോ, വൈദികനാവാൻ ആഗ്രഹിച്ച് സെമിനാരിയിൽ പോയി. ഒരു ഒരു ശരിക്കും ഉൾവിളി വന്നിട്ട് പോയത് തന്നെയായിരുന്നു അതോ? ദാവീദും സംഘവുമാണ് എനിക്കൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യുന്നു ആന്റണി വർഗീസ് പെപ്പെ, ലിജോമോൾ ആൻഡ് അച്ചു ബേബി. അപ്പം ദാവീദാണ് ഒടുക്കത്തെ ട്രാൻസ്ഫോർമേഷൻ ആണ് രണ്ടുപേരും നടത്തിയിരിക്കുന്നത്. ഒരു 22 കിലോയോളം കുറച്ചിട്ടുണ്ട് അല്ലേ? അത്ര തന്നെ മാറ്റം വന്നിട്ടുണ്ടോ? 20-22 കിലോ കുറച്ചിട്ടുണ്ട്. ഗംഭീര വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദാവീദിലേക്ക് ആകർഷിച്ചത് അതിന്റെ എന്താ പറയാ സ്ക്രിപ്റ്റ്, അതിനകത്ത് ഫാമിലി ഇമോഷൻ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ അതിൻ്റെ കൂടെ ബോക്സിങ് എന്ന് പറഞ്ഞൊരു സ്പോർട്ട്, അതിൻ്റെ ഒരു സാധ്യതയും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ പിടിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു മൊത്തം ഒരു 6 മാസത്തെ പ്രോസസ്സാണ്. ഒരു 96 ഒരു 74 അത്രയും കുറച്ച് കഠിനമായിരുന്നു. ഫുഡിയാണ്, നല്ല ഫുഡിയാണ്. എന്റെ പണ്ടത്തെ ഫോട്ടോസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുഡിയാണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും കിട്ടുന്നതായിരിക്കും. അപ്പൊ എങ്ങനെ ടെംപ്റ്റേഷനെ ഇതാക്കിണ്ടായിരുന്നേ? കരയുക, ഒന്നുമില്ല, വെള്ളം കുടിക്കുക. ഞങ്ങള് രണ്ടുപേര്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടാണ് ട്രെയിനർ, ഞങ്ങൾ രണ്ടുപേരും ഇടങ്ങും വരങ്ങും ഉണ്ട്. പുള്ളിയെ തിരിയാൻ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം തന്നെ പുള്ളിയെ പൊക്കി ഒരു ഫ്ലാറ്റിൽ കൊണ്ടുവച്ചു. ഞങ്ങൾ 3 പേരും കൂടെ നിന്നാണ്. അപ്പൊ രണ്ടുപേരും എല്ലാവരും ഒരുമിച്ചിരിക്കുക. അപ്പം ഒരു ഓപ്ഷൻ ഇല്ല, ഫ്ലാറ്റിനകത്ത് പഞ്ചസാര ഇല്ല, ഒരു സാധാരണ വീട്ടിലുള്ള ഒരു സാധനവും കാണത്തില്ല. അപ്പൊ വീട്ടിൽ നിന്ന് മാറി ഫ്ലാറ്റ് എടുത്ത് മാറിയെന്ന്. അങ്ങനെ ഒരു 3 മാസം ആദ്യം മൂവിക്ക് മുന്നേ ഇതുപോലെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കൊടുത്തില്ല ആർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആർക്കും ഒരു ഗ്യാപ്പില്ല. ഞാൻ ഫുഡിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ എന്റെ അകത്ത് ഇറങ്ങി. അപ്പൊ പുള്ളി ആദ്യം ഇതിന്റെ ഏറ്റവും ചലഞ്ചിങ് ഭാഗം ഈ ഭാഗം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. എന്റെ ട്രാൻസ്ഫോർമേഷൻ അതിനൊരു വെയിറ്റ് ലോസ് വേണം. അപ്പൊ അതിന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, പ്രോജക്ട് ഡിസ്കസ് ചെയ്യണം. പുള്ളി എന്നെല്ലാം ഞാനും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ അകത്ത് പെട്ടത്. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. ഐഡിയ എന്റെ ആയിപ്പോയി, അതുകൊണ്ട് പിന്നെ പറയാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ 3 പേരും അങ്ങനെ കൂടി. ഈ ഏറ്റവും വലിയ സാക്രിഫൈസ് ഫുഡിൽ നടത്തിയത് ഏത് ഫുഡായിരിക്കും? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മാങ്ങാക്കറി അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മിസ്സായി. മീൻകറി അതൊക്കെ മിസ്സായി. കഴിക്കാം, മീൻകറിയൊക്കെ ഇടയ്ക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അത് ഒരു പ്രത്യേകതരം മീൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതെ, വളരെ ഫാറ്റ് എന്ത് ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് നമുക്ക് ടേസ്റ്റ് വരുന്ന പല കാര്യങ്ങളും അതിനകത്തില്ല. ഓയിൽ കാണത്തില്ല, ഫ്രൈ ചെയ്യാൻ പറ്റില്ല, കഴിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൊതിക്ക് കഴിക്കാം, ജസ്റ്റ് പരിപാടി. അതെ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ആക്രാന്തം ഉണ്ടായിണ്ടാവില്ലേ? ആക്രാന്തം നമ്മുടെ പോകും കുറച്ച് കഴിയുമ്പോൾ ഇതായിട്ട് 6 മാസം എന്നാ പറഞ്ഞത്. 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മള് ഡിസിപ്ലിൻഡ് ആവും. പിന്നെ നമുക്ക് അതിനോട് അത്രയും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോഴും ആ ഒരു ലെവലിലാണോ ഇപ്പോഴും ഡയറ്റ് പിടിച്ചിട്ട് തന്നെ പോകുന്നത്? ഈ ഫിലിമിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു ഈ ബോഡി ബിൽഡിങ്ങിനോടും ഡയറ്റിനോടും ജിമ്മിനോടൊക്കെ ഉള്ള താല്പര്യം? അന്ന് ഞാൻ ജിമ്മിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. അതേപോലെ ഭയങ്കര തടിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല. സിനിമയിൽ വന്നതിന് ശേഷമാണ് നല്ല തടി വെച്ചത്. കാരണം ഇഷ്ടംപോലെ ഫുഡല്ലേ, പല പല സ്ഥലങ്ങള്, പല കൾച്ചർ, അവിടത്തെ ഫുഡ്, അത് എക്സ്പ്ലോറേഷൻ ആയിരുന്നു ഒരിടയ്ക്ക്. അങ്ങനെ തടിച്ചു വന്നതാണ്. അങ്ങനെ തന്നെ തടിച്ചതാ. അപ്പൊ ഇപ്പൊ എന്തായാലും ഒരു ഡിസിപ്ലിൻ ലൈഫിലാണ് എല്ലാവരും ഏറെക്കുറെ. അപ്പൊ ദാവീദിനെ കുറിച്ച് പറയും, എന്താണ് ചിത്രം പറയുന്നത്? ഒരു ഇടിപ്പടായണോ അതോ ഇമോഷൻസിനാണോ ഇമ്പോർട്ടൻസ്? എങ്ങനെയായിരുന്നു? ഒരിക്കലും ഒരു ഇടിപ്പടമെന്നോ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് അല്ലെങ്കിൽ വയലൻസ് ആയിട്ടുള്ള ഒരു മൂവി അതല്ല ദാവീദിൽ ബോക്സിംഗ് ഉണ്ട്, അതൊരു സ്പോർട്സ് ഇവന്റ് ആയിട്ടാണ് കാണേണ്ടത്. പിന്നെ ഒരു പക്ക ഫാമിലി ലൈഫ് ഉണ്ട്, ഫാമിലി ഇമോഷൻ ഉണ്ട്, പിന്നെ കുഞ്ഞു കോമഡികളുണ്ട്. ഞാൻ പറഞ്ഞ പൊട്ടിച്ചിരിക്കണ പോലത്തെ കോമഡി അല്ല ഉദ്ദേശിച്ചത്, ലൈറ്റ് ആയിട്ടുള്ള കോമഡീസും എല്ലാം കൂടി നമുക്ക് ഒരു ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് പടം കാണുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റെഫി ഗ്രാഫിന് ശേഷം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ചായിരിക്കും. ക്യാരക്ടറിനെ കുറിച്ച് പറയൂ. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഷെറിൻ എന്നാണ്. ഇതിൽ എൻ്റെ ഹസ്ബൻഡ് ആഷിഖ് അബു എന്ന് പറയുന്ന പെപ്പെ ചെയ്ത ക്യാരക്ടർ കുറച്ച് മടിയനാണ്, അത്യാവശ്യം നല്ല മടിയനാണ്. അപ്പം മടിയനായിട്ടുള്ള ഒരു ഭർത്താവ് ഉള്ളപ്പോൾ ആ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഈ ഭാര്യയിലേക്ക് വരും.
അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്വത്തോടു കൂടി ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത്. നല്ല പക്വതയുള്ള കഥാപാത്രമാണ്. ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിയുണ്ട്. ബോൾഡാണ്. അതെ അതെ, അത്യാവശ്യം ഈ പറഞ്ഞ പോലെ മാക്സിമം ഈ ആളെയും പുഷ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് നന്നായി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്, അപ്പം അതിനു വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതുവരെയും നമുക്ക് ജീവിച്ച് പോകാൻ വേണ്ടി ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ പറഞ്ഞ ഞങ്ങൾ തമ്മിൽ ഇഷ്ടക്കേട് അങ്ങനെയൊന്നുമല്ല. ഈ പറഞ്ഞ ഒരു അടി ഉണ്ടാവും, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഒരു ക്യൂട്ട് മൊമെന്റ്സ്, കുറെ നല്ല നല്ല മൊമെന്റ്സ് ഉള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. എങ്ങനെ ഈ റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആണ് ഈ ഒരു മടി സംഭവങ്ങളൊക്കെ? അതെ അതെ, ഞാൻ അതാണ് ചിരിച്ചത്. പുള്ളിക്കത് ശരിക്കും ക്യാരക്ടറിനെയാണോ പറയുന്നത് പുള്ളിയാണോ പറയുന്നത് പെട്ടെന്നൊരു ഡൗട്ട്. അത് ശരി, മടിയനാണല്ലേ? അപ്പൊ ഇതുപോലെ കേട്ടോ ഒന്ന് നന്നാക്കി കിട്ടിയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ സിനിമയിലെത്തിയതിനു ശേഷവും ഈ ഒരു അല്ല, മടി ഉള്ളവർക്ക് അത് ആസ്ഥാനമായിട്ട് എന്താ പറയാ, ആ ഒരു സംഭവം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഈ മടി നല്ലതാ. നമ്മളെ ചില അപകടങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ മടി രക്ഷിക്കും. മറ്റേ 5 സ്റ്റാറിന്റെ പരസ്യം പോലെയാണോ, നന്നായി മോനൊന്നും ചെയ്യാതെ? അതുപോലെ ആയിരിക്കും ചില സമയത്ത് നല്ലതല്ല. അപ്പൊ നല്ലതല്ലാത്ത മടിയെ നമ്മൾ മാറ്റണം. അതാണ് ഈ പടത്തിൽ ഞാനിപ്പോ കണ്ടില്ലേ ബാക്കില് കട്ടായിട്ടൊക്കെ നിക്കണത്, മടിയൊക്കെ മാറ്റി വെച്ച്. ഈ പടത്തെ കാട്ടി വലിയൊരു പണി പുള്ളിക്ക് കിട്ടാനും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. അച്ഛന്റെ ഡെബ്യൂ തന്നെയല്ലേ ഈ ഒരു ഫിലിം വരുന്നത്. അപ്പം കഷ്ടപ്പെട്ടിട്ടുണ്ട് നന്നായി തന്നെ. ആദ്യ സിനിമയിൽ തന്നെ നല്ല കഷ്ടപ്പാട് അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സിനിമയോടുള്ള ആ ഒരു സംഭവം അത് എന്നു മുതലാണ് തുടങ്ങിയത്? അതുപോലെ തന്നെ ദാവീദിലേക്ക് ആകർഷിച്ച ഫസ്റ്റ് ഒരു ഫാക്ടർ എന്തായിരിക്കും? ദാവീദിന്റെ സ്ക്രിപ്റ്റ് വന്നപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഫാമിലി ലൈഫിൽ ഒരു ഭയങ്കര സോഫ്റ്റ്നെസ്, ഒരു രസമുള്ളൊരു ഡൈനാമിക്കാണ് ഇവരുടെ ഇവർ 3 പേരും വരുന്ന ഫാമിലി. അതാണ് എൻ്റെ ഇത്. ബട്ട് സെറ്റ് ഇൻ എ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട്. ഒരു നല്ലൊരു സ്പോർട്സ് ഡ്രാമ ചെയ്യാൻ എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ ഡയറ്റും കാര്യവും ബോക്സിങ്ങും എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തതിന്റെ ഭാഗത്താണ് ഇതിൻ്റെ അത് ക്യാരക്ടർ കയറുന്നത്. അവസാനം ഒരു ക്യാരക്ടർ ഉണ്ട്, ചെറിയൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ചെയ്തത്. ഇടിക്കൂട്ടിലെ എതിരാളികളും കൂടിയിട്ടാണ് നിങ്ങൾ അല്ലെ ഇതിന് വേണ്ടിയിട്ട് ബോക്സിംഗ് പഠിച്ച് അത് പരസ്പരം ഇടിച്ച്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഏത് ഇടിക്കൂട്ടിനെ കുറിച്ച്? റിയൽ ആയിട്ടുള്ളത്? റിയൽ ആയിട്ട് അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ആ സ്റ്റേജിൽ കയറി നിന്നത് മാത്രമേ ഓർമ്മ. അതെ, ഭയങ്കര പാടാണ്. അവര് ആക്ച്വലി ഒരു ബോക്സിംഗ് എനിക്ക് തോന്നുന്നു നമ്മൾ 3 മിനിറ്റ് ഒരു സ്ഥലത്ത് 3 മിനിറ്റ് എത്രത്തോളം നീളമാണെന്ന് മനസ്സിലാകും, എത്രത്തോളം വലിയൊരു സമയം നമുക്ക് ഫീൽ ചെയ്യുന്ന ഇതാണ്. റിയൽ ആയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ചോര കഴിയും. വെളിയിൽ നിന്ന് നമ്മൾ കാണുന്ന പോലെയല്ല. 3 മിനിറ്റ്സ് ആ ബെല്ലടിക്കുന്നവരെ നമുക്ക് നിൽക്കാൻ വേണ്ട ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ ആണ്, നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഇടി കുറെ കൊടുത്ത് അങ്ങനെ തന്നെയായിരുന്നോ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ? പ്രാക്ടീസിന്റെ ഇടയിൽ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ, അത് അങ്ങനെ ഭയങ്കര ഭീകരമായിട്ടൊന്നും പരിക്കുകളൊന്നും അങ്ങനെ ഭീകരമായിട്ട് ചെറുതായിട്ട് മൂക്കിനൊരു ഇടി കിട്ടിയായിരുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ പരിക്കുകളൊന്നും ഷൂട്ടില് നേരിട്ടുണ്ടായിരുന്ന സമയത്തോ? നേരിട്ട് മീൻസ് നിങ്ങൾ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അതൊക്കെ ഞങ്ങള് വളരെ നമ്മളൊരു പ്രോമോ ആയിട്ട് തന്നെ അതാണല്ലോ നമ്മൾ ഹേർട്ട് ചെയ്യാനായിട്ട് ഒരാളെ നമ്മള് ശരിക്കും ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോര വീഴും, ഉറപ്പായിട്ട് ഇടി കിട്ടും, ചോര വീഴും. അപ്പൊ ഇതിനു വേണ്ടിട്ട് പഠിച്ചെടുത്ത് ബോക്സിംഗ് അംഗത്തെടുത്തു. അപ്പൊ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ റിയൽ സംഭവം തന്നെ ആയിരുന്നില്ലേ? അല്ല, നമ്മൾ ഈ ഫിലിമിന്റെ ഇതിനു വേണ്ടിയാണ് നമ്മൾ ബോക്സിംഗ് പഠിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് അവർ കണ്ടിട്ടാണ് നമുക്ക് ആ ഒരു ലൈസൻസ് തരുന്നത്. ശരി, എങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നോ മുമ്പ് ഈ ഒരു സംഭവത്തിനോട്, ബോക്സിങ്ങിനോട്? അല്ല, എനിക്ക് ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിക്കണമെന്നാണ് ആഗ്രഹം. ബോക്സിംഗ് പഠിക്കണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ RDXൽ ചെറുതായിട്ട് കിക്ക് ബോക്സിങ്ങിന്റെ ഒരു 3-4 ദിവസത്തെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും എനിക്കൊരു ചെറിയ ഇഞ്ചുറി പറ്റി. പിന്നെ ഫുൾ ട്രെയിനിങ് നിർത്തി ലൊക്കേഷനിൽ പോയിട്ടാണ് പിന്നെ സംഭവങ്ങൾ പഠിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് പഠിക്കാതെ വന്നിട്ട് ഈ പരിപാടി നടക്കാവില്ല. നാടൻ പരിപാടി പോലെ അല്ല ബോക്സിങ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ക മാർഷൽ ആർട്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണം. ടീസറൊക്കെ ഇറങ്ങിയതിന് ഭയങ്കര വലിയ റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയൊരു സംഭവം? അതായത് പെപ്പയുടെ ഒരു പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫാൻസ് ഉണ്ട്. അപ്പം അവരെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ ഇതിന് കിട്ടിയ ഒരു റെസ്പോൺസ് അതിനെങ്ങനെയാണ് കാണുന്നത്? വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ടീസർ ഇറങ്ങിയപ്പോഴും ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. പിന്നെ ഈ ടീസറിലുള്ള പോലെ അല്ല, ഇനിയിപ്പോൾ കുറച്ച് ഫാമിലി പരിപാടികളും കൂടി ഇനി ഈ ദിവസങ്ങളിലൊക്കെ വരും. അതിൻ്റെ പാട്ടായിട്ടും അങ്ങനെ നമ്മൾ ഇറക്കുന്നുണ്ട്. ഇത് ഒരിക്കലും ഒരു യൂത്തിന് മാത്രം ഉള്ള സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമുള്ള സിനിമ എന്ന് ഒരിക്കലും ദാവീദിനെ പറയാൻ പറ്റില്ല. ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് ഫാമിലിക്കും കാണാൻ പറ്റും, യൂത്തിനും കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് മെയിൻ ക്യാരക്ടേഴ്സ് കുട്ടാട്ടനൊക്കെ ഫിലിമിനകത്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്തമായ കഥാപാത്രമാണ്. പിന്നെ സൈജു ചേട്ടനുണ്ട്. സൈചേട്ടനുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു സെറ്റിലൊരു അനുഭവം, അല്ലെങ്കിൽ എങ്ങനെയാണ് ദാവീദ് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്? സെറ്റ് വളരെ രസമുള്ളൊരു സെറ്റായിരുന്നു. അതായത് ഇതിൻ്റെ ഡയറക്ടർ ഗോവിന്ദിൻ്റെ ഫസ്റ്റ് മൂവിയാണിത്. പക്ഷേ സെറ്റ് എപ്പോഴും ഓണാക്കി നിർത്തുന്നത് ഗോവിന്ദാണ്. ഫുൾ ടൈം നമ്മൾ ഇപ്പോൾ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞപ്പോൾ അടുത്ത ക്യാമറ അടുത്തതിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടാവുമല്ലോ, അപ്പോഴെല്ലാം പാട്ട് പ്ലേ ചെയ്ത് ഫുൾ നമ്മളെല്ലാവരെയും ഓണാക്കി നിർത്തി ത്രൂ ഔട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഷൂട്ടിംഗ് സെറ്റിൽ ഞങ്ങളുടെ ഡയറക്ടർ ഗോവിന്ദ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സെറ്റിൽ നിന്നിട്ടില്ല. യൂഷ്വലി ഇപ്പം നമ്മൾ വരുന്നു, നമ്മുടെ പോർഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് മാറിയിരിക്കുന്നു, അതവിടെ തീരും. അപ്പം അതിനിടയിൽ എന്തെങ്കിലും നമ്മുടെ അടുത്ത് സീനിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഇപ്പം ചെയ്തതിനെ കുറിച്ചോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയറക്ടേഴ്സ് വരും എന്നല്ലാണ്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് അതിനെ എൻജോയ് ചെയ്ത് ആ ത്രൂ ഔട്ട് ആ പ്രോസസ്സ് മുഴുവൻ എൻജോയ് ചെയ്യുന്ന ഒരു ഡയറക്ടറെ ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇവനായാലും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ തന്നെ. അതായത് എനിക്ക് ഇവനെ നേരത്തെ അറിയില്ല, ഞാനും സിനിമകളിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സെറ്റിൽ വന്നിട്ട് ഇവനാണെങ്കിലും ഒരു ഞാൻ ആന്റണി പെപ്പയാണ്, ആന്റണി വർഗീസ് ആണല്ലേ, പെപ്പയാണ്, അങ്ങനെ ഒരു ഇതിലൊന്നുമല്ല. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും വന്ന് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനെ തന്നെ. അതായത് ഇപ്പം ഇരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിൽ. ഞങ്ങൾക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് സീൻസൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കിതിൽ കൂടുതൽ കോമ്പിനേഷൻസും ആന്റണിയുടെ കൂടെ തന്നെയാണ്. വേറെ സൈജു ചേട്ടൻ്റെ കൂടെ 1-2 ചെറിയ സീൻസ് അത്രയേ ഉള്ളൂ. ബാക്കി ഫുള്ളും ആന്റണിയുടെ കൂടെ പിന്നെ ഞങ്ങളുടെ മോളായിട്ട് ചെയ്തത്. ആള് ഭയങ്കര അടിപൊളി തഗ് ഡയലോഗൊക്കെ ടീച്ചറിനകത്ത് പറയുന്നത്. പുള്ളിക്കാരത്തി എങ്ങനെയായിരുന്നു? കിടിലനാ. അടിപൊളിയായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവി അല്ലേ ആള്? കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പെപ്പയെക്കാട്ടി മൂവി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല സത്യ, അതെ, എനിക്ക് 10-20 മൂവിയൊക്കെ എന്തായാലും ഞങ്ങൾ ഒരുമിച്ചൊരു മൂവി ചെയ്തിട്ടുണ്ട്, നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ. അതിൽ എന്റെ മോളായിട്ട് ചെയ്തത് അമ്മ അതെ മകളാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ബോണ്ടിങ് സംഭവം? അന്ന് ഞങ്ങൾക്ക് അങ്ങനെ അത് നടന്ന സംഭവം കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. ഈവൻ എന്റെയും ഞങ്ങളുടെ ആണെങ്കിലും കോമ്പിനേഷൻസ് ആണെങ്കിലും അങ്ങനെയുള്ളൂ. പക്ഷെ ഇതില് ഭയങ്കര രസമുള്ള, പക്ഷെ ഇതിലാണെങ്കിൽ പോലും എന്നെക്കാളും കോമ്പിനേഷൻസ് ഉള്ളത് ഇതിൽ പെപ്പയുടെ കൂടെയാണ്. അവൾക്ക് അപ്പനും മോളുമാണ് കൂട്ട്. അമ്മ കുറച്ച് മറ്റേ പോയിരുന്ന് പഠിക്കടി, പോയി മറ്റേ യൂണിഫോം മാറ്റടി, പോയി കുളിക്കടി, ഈ പരിപാടികളാ. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പെപ്പേനായിട്ട് എങ്ങനെയായിരുന്നു? അപ്പം കൂട്ടായിരുന്നോ? നല്ല കൂട്ടായിരുന്നു. പുള്ളിക്കാരിക്ക് മറ്റേ ഇതൊക്കെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കും. അല്ല, കൂട്ടാവാൻ വേണ്ടി. അല്ലെങ്കിൽ എന്റെ ഈ താടി കണ്ടിട്ട് കൊച്ചു പേടിച്ചു പോയി. അല്ല, ഇവര് തമ്മിലുള്ള കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് പടത്തിൽ നന്നായിട്ട് തന്നെ. അച്ഛന്റെ ഫസ്റ്റ് ഫിലിമാണെന്ന് പറഞ്ഞു നമ്മള്. അപ്പം ഈ ഒരു പരിഭ്രമം അങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഉണ്ടായിരുന്നോ? പുള്ളി തന്നെ പ്രൊഡ്യൂസർ ആണല്ലോ ഫ്രണ്ട് ഓഫ് ക്യാമറ. ഗോവിന്ദ് ഒരു വലിയ ഹെൽപ്പായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കുറേ വട്ടം ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയാണ് പറഞ്ഞില്ല, അത് എന്തോരം നിങ്ങൾ ഇത്രയും ട്രെയിൻ ചെയ്തു, നിങ്ങൾ ഇത് ബോക്സിംഗ് പഠിച്ചു, പിന്നെ ഇനി വേറൊരാളും നിങ്ങൾ ചെയ്ത് നോക്ക്, ഒരു ചെറിയ ബിറ്റല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, പുള്ളി ഭയങ്കര, പിന്നെ പെപ്പയായിട്ടായിരുന്നു എൻ്റെ കോമ്പിനേഷൻ. കൊണ്ട് പുള്ളിയാണ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ തലേ ദിവസം എനിക്ക് അറിയാം എന്തെങ്കിലും പാളുമെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര നേരം വരെ എടുത്ത് എൻ്റെ കൂടെ നിന്ന് റിഹേഴ്സ് ചെയ്ത് അപ്പം പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഈ സിനിമ എന്നുള്ള സാധനം ഇപ്പൊ എപ്പോഴാണ് മനസ്സിൽ കയറിയിട്ട് ഒന്ന് കൊളുത്തിയത്? ഈ ഒരു എല്ലാവരും ആർക്കാഗ്രഹമില്ലാത്ത നമ്മള് എന്താ കൊച്ചിലെ തൊട്ടേ നമ്മൾ ആദ്യത്തെ സിനിമ കാണുമ്പോൾ തൊട്ട് ഇതൊരു വേൾഡ് അല്ലേ, അത് നമുക്ക് എൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹമുള്ളതാണ്. പക്ഷെ പ്രൊഡക്ഷനാണ് ഈവൻ നൗ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അതാണ് താല്പര്യം. അതൊരു രസമുള്ള ഒരു പ്രോസസ്സായിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവരെയൊക്കെ ഫിലിമിൽ കണ്ട് പിന്നെ ഇവിടെ വന്നിട്ടല്ലേ പരിചയപ്പെടുന്നുണ്ടായിരുന്നെ. അപ്പൊ എന്തായിരുന്നു ഒരു ഫസ്റ്റ് ഒരു ഇംപ്രഷൻ സംഭവം? പെപ്പേനെ കുറിച്ചിട്ടായാലും ലിജോനെ കുറിച്ചിട്ടായാലും? ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടിട്ട് അല്ല, ഞാൻ പുള്ളിക്കാരത്തി ഫുൾ ആ ഒരു ഭയങ്കര ഒരു ക്യാരക്ടറൊക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാം. അങ്ങോട്ട് പോകും പെപ്പയായിട്ട്. പിന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ 3 പേരായിരുന്നു ഇതിന്റെ മുന്നേ, ഞാൻ പുള്ളിയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ മുന്നേ. അപ്പം ഏകദേശം ഒരു പരിവം മനസ്സിലായിരുന്നു, നല്ല വൈബായിരുന്നു. നമ്മൾ സെറ്റിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പുള്ളിയുടെ ഏറ്റവും രസമുള്ള ആദ്യത്തെ ഒരാഴ്ച ഡയറ്റൊക്കെ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് ഇത് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യം.
അപ്പം ഒരാഴ്ച ആക്കിയപ്പോഴത്തേക്ക് ഭയങ്കര പാട് ഡയറ്റ്. ഒരു രാത്രി ഒരു 11 മണി. അപ്പം ഞാനെന്തോ റൂമിന്റെ വെളിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം മലയാള സിനിമയിലെ ആക്ടർ സൂപ്പർ സ്റ്റാർ ഒരു പീസ് ബ്രെഡും പോക്കറ്റ് വെച്ചിട്ട് റൂമിലോട്ട് കയറി പോകുന്നു. ഒരു പീസ് ബ്രെഡ് ആ ഫ്ലാറ്റിൽ ആകെ ഉള്ള ഒരു സാധനമായിരുന്നു രാത്രി കഴിക്കാൻ. വിശന്നിട്ടായിരുന്നു പെപ്പെ? അയ്യോ, ശരിക്കും വിശപ്പ് അറിഞ്ഞിട്ടുണ്ടല്ലേ ആ ടൈമില്? പിന്നല്ലണ്ട എന്റെ അമ്മേ. അത് ഞങ്ങളുടെ ട്രെയിനറുണ്ട് ഈ പീസ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി രാവിലെ. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിലാണോ ഇപ്പൊ പറയുന്നത്? പറഞ്ഞിട്ട് പറയും. തീർന്നു. പുള്ളിക്കാരോട് എനിക്കിത് കാര്യം അറിയാതെ ഞാൻ പുള്ളി ഒരു പാക്ക് ഒരു പീസ് ബ്രെഡ് ഞാൻ കാണാത്ത പോലെ എന്നെ കൂടെ നടന്നു. പുള്ളി പോക്കറ്റിലൊക്കെ വെച്ച്. അപ്പൊ അന്ന് എന്തായിരുന്നു ചോദിക്കാതിരുന്നേ? എന്തിനാ ചോദിക്കുന്നത്? ഒരു പീസ് ബ്രെഡിനൊക്കെ ഒരാളടുത്ത് എന്താ പറയാ? ഒരു പീസ് ബ്രെഡിനായി കെഞ്ചി പെപ്പ എനിക്ക് തമ്പ് കിട്ടി. നിങ്ങൾ ഇങ്ങനത്തെ തബ്നെയിൽസ് ഇടരുത്. അതെ, പെപ്പയ്ക്ക് ഒരു ആക്ഷൻ സ്റ്റാർ ഇമേജ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു സംഭവം ഒരു പാരയാണോ അതോ എങ്ങനെയാ കരുതണേ? അല്ല, ഒരേ സമയം അത് നമ്മളിപ്പോ അങ്ങനത്തെ ഒരാളാണെന്നുള്ളൊരു ഇത്, അങ്ങനെ ഒരു ടോക്ക് വരുമ്പോ നമുക്ക് ചില സമയത്ത് സങ്കടം വരും. പക്ഷെ നമുക്ക് എല്ലാത്തരം പരിപാടികളും ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ പരിപാടികളും ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ആക്ഷൻ്റെ കൂടെ എങ്ങനെ കോമഡിയും പരിപാടികളൊക്കെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ക്രിപ്റ്റുകൾ വരാണെങ്കിൽ അതും ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പോൾ ജാക്കി ജാൻ്റെ ഒക്കെ സിനിമകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അത് ആക്ഷനും ഉണ്ടാവും, എന്നാൽ നല്ല കോമഡി ഉണ്ടാവും, എല്ലാവർക്കും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം. ദാവീദും അങ്ങനെ ഒരു പടം. അതിൽ ഈ പറഞ്ഞ പോലെ ഫാമിലി ഏരിയാസിലൊക്കെ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ, വേറെ തന്നെ ഒരു ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ബോക്സിംഗ് പരിപാടിയിലേക്ക് പോകുമ്പോൾ വേറൊരു ആഷിഖ് അബു. പക്ഷെ അതിന് മുമ്പുള്ള ഒരു ആഷിഖ് അബു അത് വേറെ തന്നെ. അതും ആ പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. പിന്നെ എനിക്ക് മുമ്പ് വേറൊരു ആഷിഖ് അബു ഉണ്ട്. അതെ, പാസ്റ്റില്. ഓ, അതുണ്ട്. ഓക്കെ, ശരി. ഈ റിയൽ ലൈഫിൽ ഒരു ഇടി പോലും കൊടുക്കാത്ത ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ആർക്കും അങ്ങനെയൊന്നുമില്ല, ചില സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മള് സാധാരണ അടി വന്നാൽ ഓടുക, അത് തന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി. പക്ഷെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയാനില്ല. ചെറിയ രീതിയിലൊക്കെ, ചെറുതല്ല വലിയ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഫിലിം മുതൽ ഒരു ഇടിപ്പടങ്ങൾ കിട്ടി തുടങ്ങിയപ്പോ എന്തായിരുന്നു ആദ്യം മനസ്സിൽ വന്നത്? അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഞാനിങ്ങനെ ഇടിപ്പടങ്ങൾ ചെയ്യുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ ഫുള്ള് ഒലിപ്പിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സായിട്ട് കോമഡി, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് ചെയ്തതാണ്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു ആക്ഷൻ പരിപാടികളിലേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ശരി. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് വൈദികനാവാൻ ആഗ്രഹിച്ച് സെമിനാരിയിൽ പോയി ഒരു ശരിക്കും ഉൾവിളി വന്നിട്ട് പോയത് തന്നെയായിരുന്നോ അതോ? ശരിക്കും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ആ സമയത്ത് അങ്ങനെ തോന്നി, അങ്ങനെ പോയി. 8 മാസം നിന്നു. 8 മാസം നിന്ന്, 9 മാസത്തിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഫ്രീഡം പോയി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടെ പോയി സംസാരിച്ച്, മാന്യമായിട്ട് തന്നെ സംസാരിച്ച് തിരിച്ച് വന്നു. പക്ഷെ ആ ഒരു 9 മാസത്തെ അവിടുത്തെ ജീവിതം മൊത്തം ലൈഫിനെ മാറ്റിയോ അതോ? ശരിക്കും മാറ്റി. കാരണം കുറെ ഡിസിപ്ലിൻ പരിപാടികളൊക്കെ വന്നു. നേരത്തെ എണീക്കലും നമുക്ക് കുറച്ച് എന്താ പറയാ, കുറച്ച് ബുദ്ധി വെക്കാന്ന് പറയില്ലേ, അങ്ങനെ അതവിടെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ലൈഫിനെ പറ്റിയുള്ള മൊത്തത്തിലുള്ള എൻ്റെ ഒരു ഇത് മാറി. അത് മൊത്തത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എങ്കിലും സ്വപ്നം കണ്ടൊരു സംഭവമല്ലേ ഇപ്പം എത്തി നിൽക്കുന്ന ഒരു? ഉറപ്പായിട്ടും 100%. എങ്ങനെയായിരുന്നു നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് തരാൻ പറ്റുക? ലൈക്ക് എന്തായിരുന്നു ആഗ്രഹിച്ചത്, എന്തായിരുന്നു ലഭിച്ചത് എന്നുള്ളതിന് എങ്ങനെയാണ് പറഞ്ഞുതരാൻ പറ്റുക? അല്ല, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം, ആ സിനിമ ഹിറ്റാവണം. അതും എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെയ്യുന്ന പടത്തിലെ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതിനൊക്കെ വലിയ കാര്യം സംഭവിച്ചത്, LJP പോലുള്ളൊരു വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ പുള്ളിയുടെ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പറ്റി. ആ പടം നല്ല രീതിയിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പടം ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതാണ്. ബാക്കി വന്ന എല്ലാ സിനിമകളും ശരിക്കും എന്നെ സംബന്ധിച്ച് ബോണസ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഇനി കുറച്ച് എത്ര നാൾ നമുക്ക് പോകാൻ പറ്റും അത്ര നാൾ അങ്ങോട്ട് പോവാ. ഞാൻ ലിജോന്റെ അടുത്ത് നിന്നൊക്കെ അഭിനയത്തിന്റെ പാഠങ്ങളൊക്കെ പഠിക്കുന്നു, എന്നിട്ട് അടുത്ത പടത്തിൽ പ്രയോഗിക്കുന്നു. ലിജോന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ പാഠം പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല. അല്ല, പറഞ്ഞു തന്നിട്ട് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ആ സമയത്ത് ആ മൊമെന്റിൽ നിൽക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കത് ഓട്ടോമാറ്റിക്കലി വരും. അത്രേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആളല്ലേ, എനിക്ക് അറിയില്ല. അച്ഛൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇവരുടെ കയ്യിൽ നിന്ന്? എനിക്ക് ഓരോ ട്രിക്ക് പറഞ്ഞു.
പുള്ളി പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. പുള്ളി ഇങ്ങനെ കറക്റ്റ് ആവൂട്ടായി വഴി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് നീ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ അത് കൊള്ളാം, അത് പറ്റും ഒരു വഴി. പുള്ളി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും എന്താ ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ഭയങ്കരമായിട്ട്. പുള്ളി അല്ലായിരുന്നെങ്കിൽ എനിക്കിത് അങ്ങനെ ഞാൻ അറ്റംപ്റ്റ് പോലും ചെയ്യത്തില്ല. പുള്ളി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ആ ഓക്കെ. ഇപ്പം ഇതിന് പ്രൊഡക്ഷനും ഉണ്ട്, ഒപ്പം അഭിനയവും ഉണ്ട്. ഏതായിരുന്നു കൂടുതലൊരു കംഫർട്ടബിൾ സംഭവം? ഞാൻ കംഫർട്ടബിൾ പ്രൊഡക്ഷൻ തന്നെ, സംശയം. ഇനി ആയാലും എങ്ങനെ അഭിനയം? എനിക്ക് തോന്നുന്നു ഇത് ഇറങ്ങി കഴിയുമ്പോൾ നല്ല റെസ്പോൺസ് കിട്ടാൻ സാധ്യത ഉണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലേ? ചെറിയൊരു ക്യാരക്ടർ, ഒരു വളരെ ചെറിയ എന്നാലും ആളുകൾ നോട്ടീസ് ചെയ്യുന്ന ചെറിയൊരു ക്യാരക്ടർ. നന്നായി കുഴപ്പമില്ല വന്നെങ്കിൽ കിട്ടുമായിരിക്കും. എന്നാ നോക്കാതെ. അപ്പൊ ഈ ഫിലിമിന് കിട്ടുന്ന ആ റെസ്പോൺസ് ഒരു കോൺഫിഡൻസ് ആയിരിക്കില്ലേ? ഡെഫിനറ്റ്ലി ആയിരിക്കും. അപ്പൊ വീണ്ടും അതെ, ഡെഫിനറ്റ്ലി ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യും. ഇനി ഓൺ പ്രൊഡക്ഷൻ ചെയ്യത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നമ്മൾ രണ്ടിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതുണ്ട്. പക്ഷെ പുള്ളി ഉള്ളതുകൊണ്ടാണ്. പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു തന്നെ. അതും അവസാനം ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ഫൈറ്റ് ഉണ്ടായതിൻ്റെ അത് പാവം പുള്ളിക്ക് നല്ല ടൈമിംഗ് ഇതുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ചെന്നത്. പുള്ളിക്ക് ചറപ്പറ ഇടി കിട്ടിയിട്ട് അതിന് പറ്റിയ പരിക്കാണോ? അല്ലല്ല, അത് വേറെ സ്ഥലത്ത് എന്റെ കിട്ടിയായിരുന്നു അറിയാതെ. അല്ല ശരിക്കും അറിയാണ്ടുകൊണ്ടാണ്. അല്ല, പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു അറിയാം. എനിക്ക് അറിഞ്ഞൂടാത്തതിന്റെ പുള്ളി വേറൊരാളാണെന്ന് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആയനെ. പുള്ളി ആയതുകൊണ്ട് അത് എങ്കിലും അത് കുഴപ്പമൊന്നുമില്ല എന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയാ. ഈ ഒരു സിനിമയ്ക്ക് പുറത്തുള്ള ഒരു ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരിക്കാം? യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യാന്നുള്ളത്. ഫ്രീ ടൈം അങ്ങനെയാണോ? ഫ്രീ ടൈം ഫുള്ള് യാത്ര ഒന്നെങ്കിൽ വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലൊക്കെ ഡ്രൈവ് പോവും, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ലോങ് എവിടെയെങ്കിലൊക്കെ പോവും. യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ സോളോ ട്രാവൽ ആണോ അതോ? സോളോ ഉണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിൽ യാത്രകളുണ്ട്. ഈ ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ എങ്ങനെയായിരിക്കും ഈ യാത്ര? എനിക്ക് യാത്ര തന്നെയാണ്. യാത്ര, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫുഡ്, ഇങ്ങനെ തേരാപ്പാര നടക്കുക അതില്. അപ്പൊ തന്നെ നമുക്കൊരു വേറൊരു കൾച്ചറിലൊക്കെ പോകുമ്പോൾ ഇവിടത്തെ ഫുൾ കാര്യങ്ങൾ നമ്മൾ മറന്ന് അവിടെ നിക്കാന്ന് പറയുമ്പോ ഒരു രസമാണ്. ലിജോക്കെ ആണെങ്കിലോ? എനിക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം പക്ഷെ ഞാനും ഈ ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ദൂരയാത്ര എന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ഷൂട്ടില്ലാത്തപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊന്ന് പുറത്തൊന്ന് പോയേ പറ്റുള്ളൂ എന്ന് തോന്നും. അങ്ങനെ വെറുതെ ഡ്രൈവിനൊക്കെ പോകും, അതും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല, നമ്മൾ ഷൂട്ടിന് മിനിമം ഒരു 100-150 പേരുടെ ഇടയിലായിരിക്കും എപ്പോഴും. അപ്പം നമ്മളുടെ ഒരു മീ ടൈം എന്ന് പറയണത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കാനും എനിക്കിഷ്ടം. ഒരു 2-3 ദിവസത്തേക്ക് അതിൽ നിന്നൊന്ന് മാറി ഇതിലേക്കൊന്ന് വന്ന് പതുക്കെ വീട്ടിലേക്ക് കയറുക എന്നുള്ളൊരിത്. അച്ഛനാണെങ്കിലോ? ഫുഡ് ആൻഡ് ബെവറേജസ്, ഫുഡ് ആൻഡ് ട്രാവൽ. അപ്പൊ സത്യം പറഞ്ഞാൽ ദാവീദ് എല്ലാവർക്കും ആ ഒരു സാക്രിഫൈസ് കൊടുത്തത് ഈ ഫുഡിന്റെ കേസ്. എനിക്കില്ല, ഇവർക്ക് രണ്ടുപേർക്ക്. ഈ സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. അതെ, നമുക്കൊരു ഒരു ചേട്ടനെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡയറ്റ് ഫുഡ് ഉണ്ടാക്കി തരാനായിട്ട്. അപ്പൊ ഇവര് മുമ്പിലിരുന്ന് മറ്റേ കഴിക്കും, ഇവരെല്ലാരും കഴിക്കും. ഒരു ദാക്ഷിണ്യമില്ലായിരുന്നു. നമ്മളെ കഴിക്കും. ഇവരെ കാണിച്ചോണ്ടൊന്നുമല്ല, ബാക്കി എല്ലാരും ഫ്രണ്ടിൽ കഴിച്ചോണ്ട് നല്ല ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോ ചില ദിവസങ്ങളിലൊക്കെ ബിരിയാണി ഉണ്ടാവില്ല, അതിന്റെ മണം കരച്ചിലൊന്നുണ്ടാവൂലേ? ഒരു പോയിന്റ് എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ കഴിക്കാം, എന്തെങ്കിലും കഴിച്ച് തീർക്കുക എന്നുള്ള ഒരു പീസൊക്കെ അടിക്കും. അതെ, കൊതിമൂത്തിട്ട്. അപ്പൊ എന്തായാലും ശരി, എനിക്ക് തോന്നുന്നു ദാവീദായിരിക്കും ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സംഭവം. അത് കരിയറിലെ പുതിയൊരു എന്താ പറയാ, ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഒരു ദാവീദിന്റെ പേരിലാവട്ടെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെഫിഗ്രാഫ് മാറ്റിയിട്ട് ഇതിലെന്തായിരുന്നു, ഷെറിന്റെ ഒരു വേഷം സംസാരിക്കട്ടെ. നല്ലൊരു തുടക്കമാവട്ടെ. ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ, ഇടിയല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ പെപ്പെ ആഗ്രഹിക്കുന്ന അതേ സംഭവം തന്നെ ഡിഫറെന്റ് ആയിട്ട്. എനിക്കൊന്ന് കോമഡി ഒക്കെ പിടിക്കണം, കോമഡി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് വരട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.